1914 ആരംഭിച്ച് 1918 അവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധം. ഈ യുദ്ധം എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു യുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ എത്രത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പരിശോധിച്ചാൽ മതി. 1 കോടിയോളം വരുന്ന പട്ടാളക്കാരാണ് മരണമടഞ്ഞത്. 70 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 70 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരെക്കുറിച്ച് ഒരു വിവരവുമില്ല. അവരവരുടെ വേണ്ടപ്പെട്ടവരോടൊക്കെ യാത്ര പറഞ്ഞ് യുദ്ധത്തിന് പോയതാണ്. പിന്നീട് ആരും അവരെ കണ്ടിട്ടില്ല. ജീവിച്ചിരിപ്പുണ്ടെന്നോ മരണമടഞ്ഞിട്ടുണ്ടെന്നോ ഉള്ള ഒരു വിവരവും ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല. 2 കോടിയോളം വരുന്ന പട്ടാളക്കാർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റ് പിന്നീടുള്ള ജീവിതകാലം മുഴുവനും വൈകല്യത്തോടുകൂടി അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡായിട്ട് ജീവിച്ചിരിക്കേണ്ടി വന്നു. മരണമടഞ്ഞവരുടെ കൂട്ടത്തിൽ ഒരുപാട് മൃഗങ്ങളുമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധമാണല്ലോ, വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധമാണ്. ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പ്രധാനമായിട്ടും ഒരുപാട് മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു. കുതിരകളെയാണ് കോമൺലി ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പുറമെ പ്രാവുകളെ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ നായ്ക്കളെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 1.5 കോടി ജീവജാലങ്ങളാണ് ഈ യുദ്ധത്തിലൂടെ മരണമടഞ്ഞത്. യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെ യുദ്ധം വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതുപോലെ സ്ത്രീകൾ പങ്കെടുത്തിരുന്നില്ല. നല്ല പ്രായമുള്ള പുരുഷന്മാരും സ്ത്രീകളും യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടാതെയായി, ധരിക്കാനുള്ള വസ്ത്രം ലഭ്യമാകാതെയായി, അവരുടെ മാനസികമായിട്ടുള്ള നിലയിൽ പോലും മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നീടുള്ള ജീവിതകാലം മുഴുവനും അവർ ഒരു കാരണവുമില്ലാതെ തന്നെ എപ്പോഴും ഭയന്നാണ് ജീവിച്ചിരുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതെന്നും യുദ്ധം ആരംഭിച്ചതിന് ശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോ രാജ്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വാർ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്നും വളരെ വിശദമായി പരിശോധിക്കുകയാണ്. ഞാൻ പരമാവധി ഈ ചരിത്ര സംഭവങ്ങൾ ഒരു സിനിമാ കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാകും. സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ PSC പോലുള്ള എന്തെങ്കിലും എക്സാം എഴുതുന്ന ആളുകളും ഉണ്ടായിരിക്കും. എത്ര പഠിച്ചാലും പഠിക്കുന്നതൊക്കെ മറന്നു പോകുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മെമ്മറി സ്ട്രാറ്റജി നിങ്ങൾ പരിശോധിക്കണം. ആ മെമ്മറി സ്ട്രാറ്റജികളും മെത്തേഡുകളും ഉപയോഗിച്ച് ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന സകല കോണ്ടന്റും നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്തിന്, മാത്തമാറ്റിക്കൽ ഇക്വേഷനുകളെ പോലും നിങ്ങൾക്ക് കോഡ് ഭാഷയിലേക്ക് മാറ്റാനും അത് ആവശ്യമുള്ളപ്പോഴൊക്കെ റീകോൾ ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള 25 മെമ്മറി ട്രിക്കുകളും സ്ട്രാറ്റജികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ memory20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, അതായത് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിലെ യൂറോപ്പ് ഇന്ന് കാണാൻ സാധിക്കുന്നത് പോലുള്ള ഒരു യൂറോപ്പേ ആയിരുന്നില്ല. ഇന്ന് ജനാധിപത്യമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മൊണാർക്കി അല്ലെങ്കിൽ രാജ്യഭരണമാണ്. ഇന്ന് കാണാൻ സാധിക്കുന്നത് പോലുള്ള രാജ്യങ്ങളുമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് സെൻട്രൽ യൂറോപ്പിലുണ്ടായിരുന്ന ഓസ്ട്രോ ഹംഗേറിയൻ എംപയർ ആണ്. ഓസ്ട്രിയ ഉണ്ട്, ഹംഗറി ഉണ്ട്. ഈ കാലഘട്ടത്തിലുള്ള 2 രാജ്യങ്ങളാണ്. എന്നാൽ ആ 2 രാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിപ്പമേറിയിട്ടുള്ള രാജ്യമായിരുന്നില്ല ഓസ്ട്രോ ഹംഗേറിയൻ എംപയർ. അത് കുറേ കൂടെ വലിപ്പമുള്ള, വളരെയധികം ശക്തമായിട്ടുള്ള രാജ്യഭരണം ഉണ്ടായിരുന്ന ഒരു വലിയ രാജ്യമായിരുന്നു. ഈ രാജ്യത്തിൻ്റെ ഉത്തരഭാഗത്തായിട്ടാണ് ജർമ്മൻ എംപയർ വരുന്നത്. അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് റഷ്യൻ എംപയർ ഉണ്ട്. തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ചെറിയ ചില രാജ്യങ്ങളുണ്ട്. ബാൾട്ടിക് രാജ്യങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ചെറിയ രാജ്യങ്ങൾ. ഇന്നത്തെ സെർബിയ, ബോസ്നിയ, റൊമാനിയ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളുള്ള ഒരു പ്രദേശം. അതിൻ്റെയും തെക്ക് ഭാഗത്തായിട്ടാണ് ഓട്ടോമൻ എംപയർ അല്ലെങ്കിൽ തുർക്കി വരുന്നത്. ഓസ്ട്രോ ഹംഗേറിയൻ എംപയറിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് ഫ്രാൻസിനെ കാണാം. ഫ്രാൻസിൻ്റെ ഉത്തരഭാഗത്തായിട്ട് ഒരു ചെറിയ ദ്വീപിൻ്റെ രൂപത്തിൽ നമുക്ക് UK അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടനെയും കാണാൻ കഴിയും.
ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഫ്രാൻസ് ഒഴിച്ചുള്ള സകല രാജ്യങ്ങളിലും രാജ്യഭരണമാണ്. ഫ്രാൻസിൽ ആ കാലഘട്ടത്തിൽ ജനാധിപത്യമുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഈ ലോകത്തെ അവരുടെ കൈക്കുമ്പിൾ കൊണ്ടുവരിക എന്നതാണ്. അവർക്ക് എല്ലാ രാജ്യങ്ങളും അടക്കി ഭരിക്കണം. അതിനുവേണ്ടി പല തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പല തരത്തിലുള്ള അലൈസ് ഉണ്ട്. ഇവരെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവരുടെ അലയിൽ പെട്ടിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ ആ രാജ്യത്തെ ആക്രമിക്കുന്നതാണ്. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതെങ്കിലും അതിന് കാരണമായിട്ടുള്ള പല സംഭവങ്ങളും അരങ്ങേറിയത് അതിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. 1878 ആ കാലഘട്ടത്തിൽ ഒരു വലിയ യുദ്ധം നടന്നു. ഒട്ടോമൻ സാമ്രാജ്യവും റഷ്യയും തമ്മിലാണ് യുദ്ധം നടന്നത്. ബാൾട്ടിക് രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഉത്തരഭാഗത്തായിട്ട് വരുന്ന കുറേയധികം ചെറിയ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്ന് റഷ്യ ഒട്ടോമൻ സാമ്രാജ്യവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. ആ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ അണ്ടറിൽ വരുന്ന പ്രദേശമാണ്. ആ വർഷം തന്നെ യുദ്ധം അവസാനിച്ചു. യുദ്ധത്തിലൂടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ഉണ്ടായി. എന്നാൽ അവിടെ വളരെ നിർണായകമായിട്ടുള്ള ചില ട്രീറ്റികൾ നടക്കുകയുണ്ടായി. പ്രധാനമായിട്ടും ട്രീറ്റി ഓഫ് ബെർലിൻ അനുസരിച്ച് ഈ പറഞ്ഞ ബാൾട്ടിക് രാജ്യങ്ങളുടെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്ന ബോസ്നിയ ഹെർസഗോവിന ആ പ്രദേശം ഇനി ഓസ്ട്രോ ഹംഗേറിയൻ്റെ അഡ്മിനിസ്ട്രേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ആ പ്രദേശം ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ തന്നെ വരും. പക്ഷേ താൽക്കാലികമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു അധികാരം ഓസ്ട്രോ ഹംഗേറിയന് ലഭ്യമായി. ഓസ്ട്രോ ഹംഗേറിയന് ആ പ്രദേശം കൂടെ തങ്ങളുടെ സ്വന്തമാക്കി മാറ്റണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പെട്ടെന്നത് സ്വന്തമാക്കി കഴിഞ്ഞാൽ ഒരു വലിയ അട്ടിമറി ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കാത്തിരുന്നു ഒരു ഉചിതമായിട്ടുള്ള സമയത്തിനു വേണ്ടി. വലിയ രീതിയിലുള്ള സിവിൽ വാറുകൾ അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമെത്തി. വർഷം 1908. തങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന ബോസ്നിയ ഹെർസഗോവിന എന്ന് പറയുന്ന ആ പ്രദേശം പൂർണ്ണമായിട്ടും അവരുടേതാക്കി മാറ്റി. ആ ഘട്ടത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവരവരുടെ സിവിൽ വാറിൻ്റെ പിന്നാലെയായിരുന്നു. സിവിൽ വാർ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. ബോസ്നിയയ്ക്ക് ഓസ്ട്രോ ഹംഗേറിയൻ്റെ ഈ നടപടി ഒരിക്കലും സ്വീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. അവർക്ക് സ്വാതന്ത്ര്യം വേണം. ഒറ്റയ്ക്ക് ഒറ്റ രാജ്യമായിട്ട് നിൽക്കുകയല്ല അവരുടെ ലക്ഷ്യം. ഈ ബാൾട്ടിക് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് സൗത്ത് സാൽവിക് എന്ന പേരിൽ ഒരു വലിയ രാജ്യം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് സെർബി എന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം അല്ലെങ്കിൽ ഈ പിടിച്ചടക്കൽ അത് ശരിക്കും ബോസ്നിയയിൽ നടത്തിയിട്ടുള്ളൊരു പിടിച്ചടക്കലായിട്ടല്ല ഈ പറയുന്ന ചെറിയ രാജ്യങ്ങൾ കരുതി പോരുന്നത്. അവർ ചിന്തിക്കുന്നത് അവരുടെ തന്നെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തെ ഈ ഓസ്ട്രോ ഹംഗേറിയ കീഴടക്കിയെന്നാണ്. സെർബിയയാണ് പ്രധാനമായിട്ടും ഇതിനെ ചോദ്യം ചെയ്യുന്നത്. ഇത്രയും പെട്ടെന്ന് തന്നെ ബോസ്നിയയെ സ്വതന്ത്രമാക്കണമെന്ന് സെർബിയ ഓസ്ട്രോ ഹംഗേറിയനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അത് കേൾക്കാനൊന്നും ഓസ്ട്രോ ഹംഗേറിയൻ കൂട്ടാക്കിയില്ല. കാരണം ഓസ്ട്രോ ഹംഗേറിയ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയ രാജ്യമാണ്. സെർബിയ എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു രാജ്യമാണ്. അവരുടെ മിലിറ്ററി പവർ പോലും അത്ര ശക്തമല്ല. സെർബിയയ്ക്കും അറിയാം അവർക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. അവർക്ക് റഷ്യയുടെ സഹായം വേണം. റഷ്യയ്ക്ക് സഹായിക്കാൻ സാധിക്കും. കാരണം റഷ്യയും ഈ പറയുന്ന സൗത്ത് സാൽവിക് രാജ്യങ്ങൾ അല്ലെങ്കിൽ സൗത്ത് സാൽവിക് രാജ്യമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ആ ചെറിയ രാജ്യങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സാൽവിക് എത്നിക് ഗ്രൂപ്പിൽപ്പെട്ട പല ആളുകളും ഈ റഷ്യയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഒരു ബന്ധം വെച്ചിട്ട് തന്നെയാണ് സെർബിയ റഷ്യയോട് സഹായം ആവശ്യപ്പെടുന്നത്. ബോസ്നിയയെ സ്വതന്ത്രരാക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. പക്ഷേ റഷ്യയ്ക്ക് അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഒരു രഹസ്യ ഉടമ്പടി ഓസ്ട്രോ ഹംഗേറിയനും റഷ്യയും തമ്മിലുണ്ട്. ഈ പറയുന്ന ബോസ്നിയയെ ഓസ്ട്രോ ഹംഗേറിയെ ആക്രമിക്കുന്ന സമയത്ത് റഷ്യ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നീട് റഷ്യ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമായിട്ടുള്ള ഇസ്താൻബുൾ ആക്രമിക്കുമ്പോൾ ഓസ്ട്രോ ഹംഗേറിയനും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. അങ്ങനെ രണ്ടുപേരും ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റഷ്യ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ഈ റഷ്യയിൽ ഉണ്ടായിരുന്ന മറ്റ് സാൽവിക് ജനങ്ങൾ അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. ഈ പ്രക്ഷോഭം കാരണം റഷ്യയിലെ ചക്രവർത്തിക്ക് രാജ്യാധികാരം പോലും നഷ്ടമാകുമെന്നുള്ള ഒരു ഭയമുണ്ടായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ റഷ്യൻ ചക്രവർത്തി വഴങ്ങി. സെർബിയോട് പറഞ്ഞു,
നിങ്ങളുടെ ആവശ്യം ന്യായമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ടും സഹായിക്കാൻ റഷ്യയുടെ സൈന്യം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഓസ്ട്രോ ഹംഗേറിയന് ഇത് വലിയൊരു തിരിച്ചടിയായി. കാരണം റഷ്യ കൂടി ഇടപെടുകയാണെങ്കിൽ തങ്ങൾക്ക് ഒരു പരാജയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം സെർബിയ മാത്രമാണെങ്കിൽ ഒരിക്കലും ഓസ്ട്രോ ഹംഗേറിയൻ തോൽക്കുകയില്ല, സെർബിയയെ കൂടെ വേണമെങ്കിൽ പിടിച്ചടക്കാൻ സാധിക്കും. എന്നാൽ റഷ്യ അങ്ങനെയല്ല. റഷ്യ ഒരു വലിയ രാജ്യമാണ്, അവരെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഓസ്ട്രോ ഹംഗേറിയൻ്റെ ചക്രവർത്തി നേരെ പോകുന്നത് ജർമ്മനിയിലേക്കാണ്. ജർമ്മനിയുമായിട്ട് അവർക്ക് ഓൾറെഡി ഒരു അലയുള്ളതാണ്. ജർമ്മനിയോട് പറഞ്ഞു, റഷ്യ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ആക്രമിക്കാം, അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഒപ്പം നിന്നോണം. ജർമ്മനി ഓസ്ട്രോ ഹംഗേറിയന് വാക്കുകൊടുത്തു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, റഷ്യ നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ റഷ്യയെ തോൽപ്പിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. ഇക്കാര്യങ്ങൾ റഷ്യയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ജർമ്മനിയും ഓസ്ട്രോ ഹംഗേറിയനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ റഷ്യയെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നതല്ല. റഷ്യയോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന മറ്റ് രാജ്യങ്ങളെ അവർക്കൊന്ന് പരിശോധിക്കണം. ഒട്ടോമൻ സാമ്രാജ്യമാണ് പിന്നെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമുള്ളത്. പക്ഷേ അവരുടെ സഹായം ഒരിക്കലും റഷ്യയ്ക്ക് മേടിക്കാൻ സാധിക്കില്ല. വർഷങ്ങളായിട്ട് ഈ ഒട്ടോമൻ സാമ്രാജ്യവും റഷ്യൻ സാമ്രാജ്യവും തമ്മിൽ ശത്രുക്കളാണ്. പിന്നെ ഇവരെ സഹായിക്കാൻ സാധിക്കുന്നത് ഓസ്ട്രോ ഹംഗേറിയൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിനാണ്. ഫ്രാൻസിനോട് സഹായം ആവശ്യപ്പെട്ടു. ഫ്രാൻസ് പറയുന്നത് നേരിട്ട് ഈ ഓസ്ട്രോ ഹംഗേറിയനെയോ ജർമ്മനിയോ ആക്രമിക്കാനായിട്ട് ഫ്രാൻസ് റെഡിയല്ല. പക്ഷേ അവർ എന്തെങ്കിലും ഒരു കാരണത്താൽ റഷ്യയെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ സഹായം ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ പാർഷ്യലിയുള്ള ഒരു സഹായം ഇപ്പോൾ റഷ്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്. യൂറോപ്പിലെ നിലവിലുള്ള സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലോകമഹായുദ്ധം എപ്പോൾ വേണമെങ്കിലും നടക്കും. അതിനു വേണ്ട വെടിമരുന്നെല്ലാം റെഡിയാണ്. ഒരു ചെറിയ സ്പാർക്ക് മാത്രം മതി ആ വെടിമരുന്ന് ആളിക്കത്താൻ. ആ സ്പാർക്ക് വരുന്നത് ഒരു കൊലപാതകത്തിലൂടെയാണ്. നമ്മളെല്ലാം ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കൊലപാതകം. ആ കൊലപാതകം കാരണമാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ആ കൊലപാതകം നടന്നില്ലെങ്കിലും ഒന്നാം ലോക മഹായുദ്ധം നടക്കും. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെയുള്ള ഒരു ചെറിയ സ്പാർക്ക്, ആ ഒരു ചെറിയ സ്പാർക്ക് ഈ ഒരു കൊലപാതകത്തിൻ്റെ രൂപത്തിലാണ് നടന്നതെന്ന് മാത്രം. ബോസ്നിയ ഓസ്ട്രോ ഹംഗേറിയൻ കീഴ്പ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പുതിയതായിട്ട് കീഴ്പ്പെടുത്തി സ്വന്തം രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ പ്രദേശം ഒന്ന് സന്ദർശിക്കാനായിട്ട് അന്നത്തെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസ് ഫെർഡിനാൻഡ് ഈ പ്രദേശം സന്ദർശിച്ചു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സോഫിയും ഉണ്ടായിരുന്നു. ഫ്രാൻസ് ഫെർഡിനാൻഡ് ഒരു ചില്ലറക്കാരനായിട്ടുള്ള വ്യക്തിയല്ല. അദ്ദേഹം അടുത്ത രാജ്യാവകാശിയാണ്. നിലവിലുള്ള ഫ്രാൻസ് ജോസഫ് ഒന്നാമൻ മരണമടയുമ്പോൾ ഇദ്ദേഹമായിരിക്കും അടുത്ത ചക്രവർത്തിയായിട്ട് മാറുക. അദ്ദേഹത്തെ വകവരുത്താനായി സെർബിയയിലെ ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചു. അതിനുള്ള ഒരു സുവർണ അവസരമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ബോസ്നിയയിൽ സ്ഥിതി ചെയ്യുന്ന സരജീവോ എന്ന പ്രദേശമാണ് ഇവർ സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനം റോഡിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ റോഡിൻ്റെ രണ്ടു വശങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആ റോഡിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ വകവരുത്താൻ ഒരു 6 അംഗ സംഘം തീരുമാനിച്ചു. 1914 ജൂൺ മാസം 28 6ഓളം വരുന്ന ആ ബോസ്നിയൻ റവല്യൂഷണറികളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് കബ്രിനോവിച്ച് എന്നാണ്. അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ഒരു ബോംബ് ആ വാഹനത്തിന് നേരെ വലിച്ചെറിഞ്ഞു. കാറിൻ്റെ ബോണറ്റിൽ തന്നെ വന്ന് പതിച്ചു. എന്നാൽ അത് അവിടെ നിന്നും ബൗൺസ് ചെയ്ത് റോഡിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അവിടെ അത് വീണതും ഒരു വലിയ സ്ഫോടനമുണ്ടായി. ഒരുപാട് ആളുകൾ അവിടെ ഈ ഫ്രാൻസ് ഫെർഡിനാൻഡിനെ കാണാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട 20ഓളം ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളേറ്റു. അവരെ നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഫ്രാൻസ് ഫെർഡിനാൻഡ് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. പക്ഷേ തന്നെ കാണാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിരുന്ന ആളുകളെ അദ്ദേഹത്തിന് നേരിട്ട് ആശുപത്രിയിൽ വന്ന് കാണണമായിരുന്നു. കാരണം തന്നോടുള്ള സ്നേഹം കാരണമാണ് അവർ വഴിയരികിൽ വന്ന് നിന്നത്. താൻ കാരണമാണ് അവർക്ക് ഈ ഒരു ഗതി ഉണ്ടായത്. അതുകൊണ്ട് അവരെ നേരിട്ട് കാണുക തന്നെ വേണം. അതിനുവേണ്ടി അദ്ദേഹം ആശുപത്രിയിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഒന്ന് വഴിതെറ്റി ഒരു പോക്കറ്റ് റോഡിലേക്കാണ് കയറുന്നത്. ആ റോഡിൽ 19കാരനായിട്ടുള്ള ഗവ്രിലോ പ്രിൻസിപ്പ് എന്ന ഒരു വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഈ ആർച്ച് ഡ്യൂക്കിനെ വകവരുത്താൻ വേണ്ടിയുള്ള ഒരു പിസ്റ്റലുമുണ്ട്. ആ പിസ്റ്റൽ ഉപയോഗിച്ച് ഗവ്രിലോ പ്രിൻസിപ്പ് നിറയൊഴിച്ചു. ഫ്രാൻസ് ഫെർഡിനാൻഡ് മരണമടഞ്ഞു.
ആ വിദ്യാർത്ഥിയെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് 20 വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. പിന്നീട് 1 മാസം കൂടി കഴിഞ്ഞു. ജൂലൈ മാസം 28-ാം തീയതി ഓസ്ട്രോ ഹംഗേറിയൻ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. കാരണം ഈ കൊലപാതക ശ്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സെർബിയയായിരുന്നു എന്നാണ് ഓസ്ട്രോ ഹംഗേറിയൻ്റെ വാദം. സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ റഷ്യക്ക് നോക്കിയിരിക്കാൻ സാധിക്കില്ലല്ലോ. റഷ്യ ഓസ്ട്രോ ഹംഗേറിയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രോ ഹംഗേറിയനെതിരെ റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജർമ്മനിക്ക് അത് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജർമ്മനി റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യക്കെതിരെ ജർമ്മനി യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിന് നോക്കിയിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫ്രാൻസും ജർമ്മനിക്കെതിരെയും ഓസ്ട്രോ ഹംഗേറിയനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിനെയാണ് ചെയിൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ എന്നൊരു വ്യക്തിയെ തല്ലുകയാണെങ്കിൽ എന്നെ തല്ലാനായിട്ട് എയുടെ ഫ്രണ്ടായിട്ടുള്ള ബി വരും. ബി എന്നെ തല്ലാൻ വേണ്ടി വരികയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സി ബിയെ തല്ലാനായിട്ട് പോകും. സി ബിയെ തല്ലാൻ പോവുകയാണെങ്കിൽ ബിയുടെ ഫ്രണ്ടായിട്ടുള്ള ഡി സിയെ തല്ലാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ചെയിനായിട്ട് പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ്. വ്യക്തികൾക്ക് പകരം ഇവിടെ രാജ്യങ്ങളാണെന്നുള്ള വ്യത്യാസം മാത്രം. എന്നാൽ രാജ്യങ്ങൾ അങ്ങനെ കൊമ്പുകോർക്കുകയാണെങ്കിൽ മരിക്കുന്നത് കോടിക്കണക്കിന് ആളുകളായിരിക്കും. ഇവിടെ വളരെ വിചിത്രമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളുമായിട്ടൊന്നും ഒരു രീതിയിലുള്ള കരാറുമില്ലാത്ത, ഒരു അലയും ഉണ്ടാക്കാത്ത ഓട്ടോമൻ സാമ്രാജ്യം ഉടനെ ഓസ്ട്രോ ഹംഗേറിയനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നു. ഓസ്ട്രോ ഹംഗേറിയന് ശരിക്കും ഒരു അത്ഭുതമാണ് തോന്നിയത്. കാരണം ഇതിൻ്റെ എല്ലാം കാരണം എന്തായിരുന്നു? ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന രാജ്യങ്ങളെ റഷ്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ആ രാജ്യങ്ങളെ പിന്നീട് ഓസ്ട്രോ ഹംഗേറിയൻ കീഴ്പ്പെടുത്തി. അതായത് ഓസ്ട്രോ ഹംഗേറിയൻ ശരിക്കും പിടിച്ചടക്കിയത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രദേശത്തെയാണ്. ഇതേ ഓട്ടോമൻ സാമ്രാജ്യം ഓസ്ട്രോ ഹംഗേറിയനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യാൻ വരുന്നതെന്ന് അവരെന്തായാലും ചോദിച്ചില്ല. കാരണം ഓട്ടോമൻ സാമ്രാജ്യത്തെ പോലുള്ള ഒരു വലിയ ശക്തിയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ടായിരുന്നു. എങ്കിലും എന്തിനായിരിക്കാം ഓട്ടോമൻ സാമ്രാജ്യം ഇത്തരത്തിലുള്ള ഒരു അലയൻസ് ഉണ്ടാക്കിയെടുത്തത്? അതിൻ്റെ കാരണം വർഷങ്ങളായിട്ടുള്ള ശത്രുതയാണ്, റഷ്യയുമായിട്ടുള്ള ശത്രുത. റഷ്യയെ ഒന്ന് വകവരുത്താനായിട്ട് അവർ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഏറ്റവും ശക്തരായിട്ടുള്ള 2 സാമ്രാജ്യങ്ങൾ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അവരുടെ കൂടി സൈനിക ശക്തി ഉപയോഗിച്ച് റഷ്യയെ വകവരുത്താനും ആ വലിയ സാമ്രാജ്യം മുഴുവനും കീഴ്പ്പെടുത്താനും സാധിക്കുമെന്ന് ഓട്ടോമൻ സാമ്രാജ്യം അടിയുറച്ച് വിശ്വസിച്ചു. ജർമ്മനിയുടെയും ഓസ്ട്രോ ഹംഗേറിയൻ്റെയും അലയിൽപ്പെട്ടിട്ടുള്ള മറ്റൊരു രാജ്യമുണ്ട്, ഇറ്റലി. പക്ഷേ ഇറ്റലി ഈ യുദ്ധത്തിൻ്റെ ഭാഗമാകില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞു. കാരണം ഇത് അങ്ങോട്ട് പോയി മേടിച്ച പണിയാണ്. ഒരിക്കലും ഓസ്ട്രോ ഹംഗേറിയനെയോ അല്ലെങ്കിൽ ജർമ്മനിയോ ഒരു രാജ്യവും അങ്ങോട്ട് യുദ്ധം പ്രഖ്യാപിച്ചു വന്നിട്ടില്ല. അവർ സെർബിയയെ ആക്രമിക്കാൻ തുടങ്ങിയതുകൊണ്ട് മാത്രമാണ് മറ്റ് രാജ്യങ്ങൾ ഇവരെ ആക്രമിക്കാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഞങ്ങളില്ലെന്ന് ഇറ്റലി തറപ്പിച്ച് തന്നെ പറഞ്ഞു. ഏകദേശം ഇതേ രീതിയിലുള്ളൊരു വാദഗതി തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തും ഉണ്ടായിരുന്നത്. അമേരിക്ക ഈ പ്രദേശത്തൊന്നുമല്ല, മറ്റൊരു കോണ്ടിനെൻറ്റിലാണ്. എങ്കിൽ പോലും അവർ പറഞ്ഞു, ഈ യുദ്ധത്തിൽ ഞങ്ങൾ ന്യൂട്രലായിട്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ, അപ്പോൾ നിങ്ങൾ തന്നെ അത് സോൾവ് ചെയ്യുക. ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് ജർമ്മനിക്കാണ്. കാരണം ജർമ്മനിയുടെ 2 വശങ്ങളിലും വലിയ പ്രശ്നക്കാരാണ്. അവരുടെ കിഴക്ക് ഭാഗത്തായിട്ട് റഷ്യയുണ്ട്, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഫ്രാൻസുമുണ്ട്. 2 വശത്തു നിന്നും ഒരേ സമയം ജർമ്മനിയിലേക്ക് ആക്രമണം ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഈ 2 രാജ്യങ്ങളെക്കാൾ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള രാജ്യം ജർമ്മനി തന്നെയാണ്. പക്ഷേ ഒരേ സമയം 2 വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലൂടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ജർമ്മനിക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. അതീവ ബുദ്ധിമാന്മാരായിട്ടുള്ള ജർമ്മൻകാർ ഒരു പ്രത്യേക പദ്ധതി ഉണ്ടാക്കിയെടുത്തു. ആദ്യം പടിഞ്ഞാറ് ഭാഗത്തുള്ള ഫ്രാൻസിനെ കീഴ്പ്പെടുത്താം, അതിനുശേഷം ആ സേനയെ നേരെ കിഴക്ക് ഭാഗത്തേക്ക് അയക്കാം. പക്ഷേ പൂർണ്ണമായിട്ടും എല്ലാ സൈനികരെയും അവർക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റഷ്യ വളരെ ഈസി ആയിട്ട് തന്നെ ജർമ്മനിയിലേക്ക് അങ്ങ് കടന്നു വരും. അതൊഴിവാക്കാനായിട്ട് അത്യാവശ്യം ഒരു സേനയെ കിഴക്ക് ഭാഗത്തായിട്ട് വിന്യസിപ്പിച്ചു. ബാക്കിയുള്ള നല്ലൊരു ശതമാനം സേനയും അവർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നേരിട്ട് ഫ്രാൻസുമായിട്ട് ഒരു യുദ്ധം ഉണ്ടാക്കാം, കാരണം നേരിട്ട് അതിർത്തി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ജർമ്മനിക്ക് ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടായിരുന്നു. ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും ഇടയിൽ ഒരു രാജ്യമുണ്ട്, ഒരു ചെറിയ രാജ്യം, ബെൽജിയമാണ്.
ആ ബെൽജിയത്തിലൂടെ ഫ്രാൻസിലേക്ക് ആക്രമിച്ചു കയറുകയാണെങ്കിലോ ഫ്രാൻസ് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം ഡയറക്റ്റ്ലി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തൂടെ മാത്രമേ ജർമ്മനി ആക്രമിക്കുകയുള്ളൂ എന്നാണ് ഫ്രാൻസ് ചിന്തിക്കുക. എന്നാൽ ബെൽജിയം വഴി ആക്രമിച്ചു പോവുകയാണെങ്കിൽ ബെൽജിയത്തിൻ്റെ അതിർത്തി പ്രദേശത്ത് ഫ്രാൻസിൻ്റെ ഒരു സൈന്യവും ഉണ്ടാകില്ല. അവർക്ക് വളരെ ഈസി ആയിട്ട് അങ്ങ് പാരീസ് വരെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. ജർമ്മനി ആദ്യം തന്നെ ബെൽജിയത്തെ ആക്രമിച്ചു. ഇത് തിരിച്ചറിഞ്ഞ ഫ്രാൻസ് ശരിക്കും കരുതിയത് ജർമ്മൻകാർ മണ്ടന്മാരാണെന്നാണ്. കാരണം ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ബെൽജിയത്തെ ആക്രമിക്കുന്നത് മണ്ടത്തരമാണ്. ആ സൈന്യത്തെ ഉപയോഗിച്ചിട്ട് ഫ്രാൻസിനെയോ അല്ലെങ്കിൽ റഷ്യയോ ആക്രമിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവരുടെ യഥാർത്ഥ പ്ലാൻ അതൊന്നും ആയിരുന്നില്ലല്ലോ. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഈ ബെൽജിയവും തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ദ്വീപ് രാഷ്ട്രമായിരുന്ന UK അല്ലെങ്കിൽ ബ്രിട്ടനും തമ്മിൽ ഒരു കരാറുണ്ട്. ഏതെങ്കിലും ഒരു രാജ്യം ബെൽജിയത്തെ ആക്രമിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ആ യുദ്ധത്തിൽ ഇടപെടും. ആക്രമിക്കുന്ന രാജ്യത്തെ ബ്രിട്ടൻ വകവരുത്തും. ഈ ജർമ്മനിയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ബ്രിട്ടൻ ഒരു വാണിംഗ് കൊടുത്തു. എത്രയും പെട്ടെന്ന് ബെൽജിയത്തിൽ നിന്ന് തന്നെ പിന്മാറുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരും. പക്ഷേ ജർമ്മനിക്ക് പിന്മാറാൻ സാധിക്കുകയില്ലായിരുന്നു. അവരുടെ മുൻപിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ബെൽജിയത്തെ ഈസി ആയിട്ട് മറികടക്കാം, പാരീസും കീഴ്പ്പെടുത്താം. പിന്നെ അവർക്ക് സേനയെ മുഴുവനും അവർക്ക് റഷ്യയിൽ വേണമെങ്കിൽ വിന്യസിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് യുദ്ധം അവർ തുടർന്നു പോയിക്കൊണ്ട് തന്നെയിരുന്നു. ബ്രിട്ടൻ്റെ ആ വാർണിംഗ് അവർ ഇഗ്നോർ ചെയ്തു. ബ്രിട്ടൻ ഒട്ടും വൈകാതെ തന്നെ 80,000-ഓളം വരുന്ന ഒരു സേനയെ ആദ്യം ഫ്രാൻസിലേക്ക് അയച്ചു. കാരണം നേരിട്ട് ബെൽജിയത്തിലേക്ക് അയക്കാൻ സാധിക്കില്ല. ഫ്രാൻസിലേക്ക് അവർ കപ്പലിലൂടെ ആളുകളെ എത്തിച്ചു. ഈ 80,000-ഓളം വരുന്ന സേന ബ്രിട്ടൻ്റെ BEF അല്ലെങ്കിൽ ബ്രിട്ടീഷ് എക്സ്പെഡീഷണറി ഫോഴ്സ് ആണ്. അവിടെ നിന്നും അവർ ബെൽജിയത്തിലേക്ക് പിന്നീട് മാർച്ച് ചെയ്യുകയുണ്ടായി. ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. പക്ഷേ അത് ഒരു വലിയ സമുദ്രമാണ്. നോർത്ത് സീ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ബ്രിട്ടന് ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നാവിക പടയുമുണ്ട്. ഈ നാവിക സേനയെ ഉപയോഗിച്ചിട്ട് അവർ ബ്ലോക്കേഡ് സ്ഥാപിക്കുകയാണ്. ഈ ബ്ലോക്കേഡ് ജർമ്മനിയുടെ ട്രേഡുകളെ ബാധിക്കുന്നതാണ്. എക്കണോമിക്കലി അവർ തകരുന്നതാണ്. ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ അവർ കീഴടങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലോക്കേഡ് ബ്രിട്ടൻ ഏർപ്പാടാക്കുന്നത്. ഫ്രാൻസ് ജർമ്മനിയുടെ പദ്ധതിയെക്കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല. അവർ നേരിട്ട് തന്നെ അവരുടെ അതിർത്തിയിലൂടെ പ്ലാൻ 17 എന്ന പദ്ധതി നടപ്പിലാക്കുന്നു. നേരിട്ടുള്ള ഒരു യുദ്ധമാണ്. ആ അതിർത്തിയിൽ ഓൾറെഡി ജർമ്മനിയുടെ പട്ടാളക്കാരുണ്ടായിരുന്നു. ജർമ്മനിയുടെ പട്ടാളവും ഫ്രാൻസിൻ്റെ പട്ടാളവും നേർക്കുനേർ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഫ്രാൻസിനായിരുന്നു തിരിച്ചടി. എങ്കിൽ പോലും രണ്ടു കൂട്ടർക്കും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രാൻസിൻ്റെ 3,29,000 പട്ടാളക്കാരാണ് മരണമടഞ്ഞത്. അതേസമയം ജർമ്മനിയുടെ മരണസംഖ്യ 2,56,000 ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ബ്രിട്ടൻ അങ്ങ് ബെൽജിയത്തിലെ മോൺസിൽ എത്തിച്ചേർന്നു. അപ്പോൾ തീയതി ഓഗസ്റ്റ് മാസം 23 ബെൽജിയത്തിൻ്റെ ഒരു ചെറിയ സേന അവിടെ ഉണ്ട്. ആ സേനയോടൊപ്പം ബ്രിട്ടീഷുകാർ കൂടി ഈ ജർമ്മൻ സേനയെ വകവരുത്താൻ ശ്രമിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സേന എണ്ണത്തിൽ വളരെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്നും പിന്തിരിയേണ്ടി വന്നു. അവിടെ നിന്നും പിന്തിരിഞ്ഞ BEF നേരെ പോകുന്നത് പാരീസിന് അരികിലേക്കാണ്. ഇതേ സമയം തന്നെ ജർമ്മനിയിൽ നിന്നും ഉണ്ടായ കനത്ത പരാജയത്തെ തുടർന്ന് ഫ്രാൻസിൻ്റെ സേന അതിർത്തിയിൽ നിന്നും ഈ പാരീസിൻ്റെ പ്രദേശത്തേക്ക് തന്നെ പിൻവാങ്ങി. അത് മാർണി എന്ന് പറയുന്ന ഒരു നദിയുടെ തീരമാണ്. ആ നദിയുടെ തീരത്ത് ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങ് ബെൽജിയത്തിൽ നിന്ന് പടവെട്ടി വന്നുകൊണ്ടിരിക്കുന്ന ജർമ്മൻ സേന, ആ ജർമ്മൻ സേന നേരെ എത്തിച്ചേരുന്നത് ഈ മാർണി നദിയുടെ തീരത്തേക്കാണ്. അവിടെ പിന്നീട് നടക്കുന്നത് ഒരു വലിയ യുദ്ധമാണ്, ബാറ്റിൽ ഓഫ് മാർണി. രണ്ടു കൂട്ടർക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെങ്കിൽ പോലും ജർമ്മൻ സേനയെ തുരത്തി ഓടിക്കാൻ ബ്രിട്ടീഷുകാർക്കും ഫ്രാൻസിനും സാധിച്ചു. ബ്രിട്ടീഷ് ഫ്രാൻസ് അലൈക്ക് 1,29,000 പട്ടാളക്കാരെയാണ് നഷ്ടമായത്. ജർമ്മനിയുടെ നഷ്ടം 1,30,000 അങ്ങനെ റഷ്യയും ഫ്രാൻസും UK അടങ്ങുന്ന 3 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഈ യുദ്ധത്തിലുണ്ടായി. ആ കൂട്ടായ്മയാണ് ട്രിപ്പിൾ എൻറ്റൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജർമ്മൻ ഫ്രഞ്ച് മേഖലയിൽ ഉണ്ടായിരുന്ന യുദ്ധം അതുകൊണ്ട് അവസാനിക്കുന്നില്ല. അവിടുന്ന് പിന്നീട് കുറേ സീരീസ് ഓഫ് യുദ്ധങ്ങളാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ബെൽജിയം ബോർഡറിൽ യുദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. കൂടുതൽ ജർമ്മൻ പട്ടാളക്കാർ ഈ ബെൽജിയം ബോർഡറിലൂടെ അവിടേക്ക് കടക്കാൻ ശ്രമിച്ചു.
ആ കടക്കാൻ ശ്രമിച്ച വ്യക്തികളെ ഫ്രാൻസും UK-യും ഒരേപോലെ തന്നെ നേരിടുന്നുണ്ട്. പിന്നീട് ആ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടന്നു. ട്രെഞ്ചുകൾ ഉണ്ടാക്കാൻ തുടങ്ങി രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി ഭാഗത്തായിട്ട് അതിർത്തി പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രൂപത്തിൽ ട്രെഞ്ചുകൾ ഉണ്ടാക്കി. 563 കിലോമീറ്ററാണ് ഈ ട്രെഞ്ചിൻ്റെ വീതി എന്ന് പറയുന്നത്. അതായത് ഏകദേശം നമ്മുടെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഒരു ട്രെഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിടങ്ങുണ്ടാക്കി കഴിഞ്ഞാൽ, ആ കിടങ്ങിൻ്റെ അത്രത്തോളം നീളമുണ്ടായിരുന്നു ഈ ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും അതിർത്തിയിൽ രണ്ട് രാജ്യങ്ങളും ഉണ്ടാക്കിയ ട്രെഞ്ച്. നിങ്ങൾ ചിലപ്പോൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് ആ കിടങ്ങുകളുടെ അടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പട്ടാളക്കാർ നിൽക്കും. എന്നിട്ട് ശത്രു രാജ്യത്തിൻ്റെ നേർക്ക് അവർ വെടിയുതിർക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് വെടിയേൽക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം പ്രധാനമായിട്ടും അവരുടെ തോക്കിൻ്റെ മുന മാത്രമായിരിക്കും ആ കുഴിയുടെ വെളിയിലേക്ക് വരിക. വെളിയിലുള്ള ആളുകളെ നോക്കാനായിട്ട് ഇവർ ഇടയ്ക്കൊക്കെ മുകളിലേക്ക് തല ഉയർത്തി നോക്കും. അങ്ങനെ തല ഉയർത്തി നോക്കുമ്പോഴായിരിക്കും ഇവരുടെ തലയിൽ ശത്രു രാജ്യത്തിൻ്റെ പട്ടാളക്കാരുടെ വെടിയുണ്ട ഏൽക്കുക. ഇത്തരത്തിൽ നടക്കുന്ന ഒരു യുദ്ധമാണ് ഈ ഒരു ബോർഡറിൽ സംഭവിക്കുന്നത്. ഇവിടെ ഒരു നോമാൻസ് ലാൻഡ് ഉണ്ട്, രണ്ട് കൂട്ടരുടെയും ഭാഗമല്ലാതെയായി മാറുന്ന ഒരു പ്രദേശം. അതായത് ജർമ്മനി ഒരു ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടെ നിന്നും ഒരു നിശ്ചിത സ്ഥലം മാറിയിട്ടാണ് ഫ്രാൻസും അതുപോലെ ബ്രിട്ടനും ഒരു ട്രെഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിനും ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നത്. ഇത് ആരുടെയും അധീനതയിൽ വരുന്ന ഒരു പ്രദേശമല്ല. ഈ യുദ്ധം വളരെയധികം പതിഞ്ഞ വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ നേരിട്ട് കീഴ്പ്പെടുത്താനായിട്ട് യുദ്ധത്തിലൂടെ സാധിക്കുന്നില്ല. വളരെയധികം സമയം കൊണ്ട് മാത്രമാണ് ഓരോ പട്ടാളക്കാരും അവിടെ മരണമടയുന്നത്. പട്ടാളക്കാർ കൂടുതൽ മരണമടയുമ്പോൾ അതേ ട്രെഞ്ചിലേക്ക് മറ്റ് പട്ടാളക്കാർ കൂടി വന്നു ചേരുന്നതാണ്. അതായത് മരണമടയുന്നതനുസരിച്ച് കൂടുതൽ പട്ടാളക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആർക്കും ഒരു മുന്നേറ്റവും നേടാൻ സാധിക്കാതെ തന്നെ ഒരുപാട് ആളുകൾ മരിക്കുന്ന ഒരു അല്പം ബോറിംഗ് ആയിട്ടുള്ള ഒരു യുദ്ധ രീതിയാണ് ഈ ഒരു ബോർഡറിൽ സംഭവിക്കുന്നത്. ഇതേ സമയം തന്നെ ജർമ്മനിയുടെ കിഴക്ക് ഭാഗത്ത് കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു യുദ്ധം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് റഷ്യയും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധമാണ്. റഷ്യ വലിയ രണ്ട് സേനയാണ് ജർമ്മനിയുടെ അതിർത്തി പ്രദേശത്തേക്ക് അയക്കുന്നത്, ആർമി 1ഉം ആർമി 2ഉം. റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജർമ്മനിയുടെ പ്രദേശമാണ് ഈസ്റ്റ് പ്രഷ്യ. ഈസ്റ്റ് പ്രഷ്യ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ജർമ്മൻ എംപയറിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇപ്പോൾ അത് പോളണ്ടിൻ്റെ ഭാഗമാണ്. ഈസ്റ്റ് പ്രഷ്യയിലെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പ്രദേശങ്ങളിലേക്കാണ് ആർമി 1ഉം ആർമി 2ഉം പോകുന്നത്. ഇതിലെ ആർമി 2 പോകുന്നത് ടെനൻബർഗ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണെങ്കിൽ ആർമി 1 പോകുന്നത് മസൂറിയൻ ലേക്കിലേക്കാണ്. മസൂറിയൻ ലേക്ക് ശരിക്കും വലിയ വനമാണ്. ആ വനത്തിൽ ധാരാളമായിട്ട് വലിയ തടാകങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അവരുടെ ആ യാത്ര നടക്കട്ടെ. ആ യാത്ര പൂർത്തീകരിക്കുന്നതിന് മുൻപ് മറ്റ് ചില സംഭവ വികാസങ്ങൾ അങ്ങ് നോർത്ത് സീയിൽ സംഭവിച്ചിട്ടുണ്ട്. നോർത്ത് സീ എന്ന് പറയുന്നത് ജർമ്മനിയുടെയും അതുപോലെ UK അല്ലെങ്കിൽ ബ്രിട്ടൻ്റെയും അതിർത്തി പങ്കിടുന്ന സമുദ്രഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ വലിയ രീതിയിലുള്ള ബ്ലോക്കേഡ് ഏർപ്പാടാക്കിയിരിക്കുകയാണ് ബ്രിട്ടൻ. ആ ബ്ലോക്കേഡിനെ ഭേദിക്കാനായി ഒരു വജ്രായുധം ജർമ്മനി ഉപയോഗിച്ചു. ചരിത്രത്തിൽ ഇന്നേ വരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു വജ്രായുധം. സ്കോട്ട്ലൻഡിൻ്റെ കിഴക്കൻ തീരത്ത് നിന്നും അല്പം മാറി സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന ബ്രിട്ടൻ്റെ ഒരു കപ്പലുണ്ടായിരുന്നു, HMS പാത്ത്ഫൈൻഡർ. അത് സാധാരണഗതിയിൽ ഒരു കപ്പൽ സഞ്ചരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ജർമ്മനിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തിനായിരിക്കാം HMS പാത്ത്ഫൈൻഡർ അത്രയും മന്ദമായ വേഗതയിൽ സഞ്ചരിച്ചത്? അതിൻ്റെ കാരണം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കോൾ അല്ലെങ്കിൽ കൽക്കരിയുടെ അഭാവമാണ്. കൽക്കരി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അവർ പതിഞ്ഞ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പതിഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന അവരെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ അന്നേ വരെ ചരിത്രത്തിൽ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കൊലപാതക രീതിയാണ് ഇവിടെ ജർമ്മനി സ്വീകരിക്കുന്നത്. സമുദ്രത്തിൻ്റെ അടിയിലൂടെ ഒരു മിസൈൽ അയക്കുക, ടോർപിഡോ എന്നാണ് അതിൻ്റെ പേര്. അന്നേ വരെ ആരും അത്തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ജർമ്മനിയുടെ ഒരു അന്തർവാഹിനിയായ U-21 അത് നോർത്ത് സീയുടെ അടിയിൽ തന്നെ ഉണ്ട്. അവിടെ നിന്നും ഒരു ടോർപിഡോ അല്ലെങ്കിൽ വാറർ മിസൈൽ
സഞ്ചരിച്ചു തുടങ്ങി. അതിൻ്റെ ലക്ഷ്യസ്ഥാനം HMS പാത്ത്ഫൈൻഡർ ആണ്. ആർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം അത് മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. വായുവിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇത് സമുദ്രത്തിൻ്റെ അടിയിലൂടെയാണ്. ആ ടോർപിഡോ സഞ്ചരിച്ച് അധികം വൈകാതെ തന്നെ HMS പാത്ത്ഫൈൻഡറിൽ വന്ന് കൂട്ടിയിടിച്ചു. അത് ഒരു വലിയ സ്ഫോടനത്തോടു കൂടി സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി. 268 യാത്രക്കാരായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ 250 പേരും മരണമടഞ്ഞു. ഈ സംഭവത്തെ തുടർന്ന് നോർത്ത് സീയിലുണ്ടായിരുന്ന മറ്റ് ബ്രിട്ടീഷ് കപ്പലുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയമുണ്ടായി. അവരുടെ മൊറൈലിനെ വരെ ഇത് ബാധിച്ചു. എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ജർമ്മൻ ടോർപിഡോ സാങ്കേതികവിദ്യയുടെ റേഞ്ച് അത് വളരെ ഭീകരമാണ്. തൊട്ടടുത്തു നിന്നൊന്നും ഈ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഏകദേശം 14,000 കിലോമീറ്റർ അകലെയുള്ള ഒരു കപ്പലിനെ പോലും ഈ ടോർപിഡോ ഉപയോഗിച്ചിട്ട് നശിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് റഷ്യയിലേക്ക് പോകാം. ജർമ്മനിയുടെ റഷ്യയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അതിർത്തി പ്രദേശം. അപ്പോഴേക്കും അവിടെ റഷ്യൻ പട്ടാളക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് പട്ടാളക്കാർ അവിടെ എത്തിച്ചേരുമെന്നുള്ള സന്ദേശം ജർമ്മനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൊരു വീഴ്ചയാണ്. അവർ വയർലെസ് സന്ദേശത്തിലൂടെയാണ് വിവരങ്ങൾ കൈമാറുന്നത്. എന്നാൽ ഈ വയർലെസ് സന്ദേശം അത് ഒട്ടും എൻക്രിപ്റ്റഡ് ആയിരുന്നില്ല. ആർക്കും കേട്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ജർമ്മനി അത് കേട്ടു. അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി എത്രത്തോളം പട്ടാളക്കാരാണ്, എങ്ങോട്ടാണ് വരുന്നത്, ഏത് രീതിയിലാണ് അവരുടെ യുദ്ധ സ്ട്രാറ്റജി. ഇതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് റഷ്യയുടെ ഒരു വലിയ സേനയെ വളരെ നിസ്സാരമായിട്ട് അവർക്ക് വകവരുത്താൻ സാധിച്ചു. പൂർണ്ണമായിട്ടും അവരുടെ സേനയെ അവർ ടെനൻബർഗിൽ വിന്യസിപ്പിച്ചു. കാരണം അവർക്കറിയാം ടെനൻബർഗിൽ നമുക്ക് ഇവരെ പൂർണ്ണമായിട്ടും വകവരുത്തിയതിന് ശേഷം മാത്രം മസൂറിയൻ ലേക്കിലേക്ക് പോയാൽ മതി. കാരണം മസൂറിയൻ ലേക്കിലേക്കുള്ള യാത്ര വളരെയധികം ദുഷ്കരമാണ്. അവിടെ ഒരുപാട് വനമേഖലയുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് അവിടെ കാര്യമായിട്ട് നാശനഷ്ടങ്ങളൊന്നും വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ടെനൻബർഗിൽ പൂർണ്ണമായിട്ടും സൈനികരെ അയച്ച് അവിടെ കീഴ്പ്പെടുത്തിയതിന് ശേഷം മാത്രം മസൂറിയനിലേക്ക് പോയാൽ മതിയെന്ന് അവർ ഉറപ്പിച്ചു. ടെനൻബർഗിൽ എത്തിച്ചേർന്നിട്ടുള്ള റഷ്യ ചിന്തിച്ചതുപോലൊന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സർപ്രൈസായിട്ട് ഒരു ആക്രമണം നടത്താമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവരെക്കാൾ ശക്തമായിട്ടുള്ള ഒരു വലിയ സേന തന്നെ അവിടെ ഉണ്ടായിരുന്നു. വെറും 4 ദിവസമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. ആ യുദ്ധത്തിൽ 50,000-ഓളം വരുന്ന റഷ്യൻ പട്ടാളക്കാർക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ മരണതുല്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏൽക്കുകയോ ചെയ്തു. പിന്നെ 90,000-ഓളം വരുന്ന ഒരു വലിയ സേനയെ പൂർണ്ണമായിട്ടും അവർക്ക് പിടിച്ചടക്കി തടവിലാക്കാൻ സാധിച്ചു. അതേസമയം ജർമ്മനിക്കുണ്ടായിട്ടുള്ള നഷ്ടം വെറും 12,000-ഓളം വരുന്ന സൈന്യമാണ്. ഈ ഒരു വിജയത്തിന് ശേഷമാണ് അവർ മസൂറിയൻ വനത്തിലേക്ക് പോകുന്നത്. അവിടെ തടാകങ്ങളുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. ആ മരങ്ങൾക്കിടയിൽ ഈ റഷ്യൻ പട്ടാളക്കാരെ ജർമ്മനി ട്രാപ്പിലാക്കി. ഒരാഴ്ച നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ റഷ്യയുടെ 1,25,000 പട്ടാളക്കാർ മരണമടഞ്ഞു. അതേസമയം ജർമ്മനിക്ക് നഷ്ടമായത് 40,000 പട്ടാളക്കാരും. ഈ സമയം തന്നെ ദക്ഷിണ ഭാഗത്ത് മറ്റൊരു യുദ്ധം നടന്നു. ഓസ്ട്രോ ഹംഗറിയും സെർബിയയും തമ്മിലുള്ള യുദ്ധം. അതാണല്ലോ ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട യുദ്ധം. ആ യുദ്ധത്തിൽ സെർബിയയെ അനായാസമായിട്ട് തന്നെ ഓസ്ട്രോ ഹംഗറിക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രോ ഹംഗറി ഒരുപാട് സേനയൊന്നും ഈ യുദ്ധത്തിന് അയക്കുന്നില്ല. കാരണം അവർക്ക് അതേ സമയം തന്നെ റഷ്യയെ നേരിടണമായിരുന്നു. റഷ്യയുമായിട്ടുള്ള ആ യുദ്ധത്തെക്കുറിച്ച് ഞാൻ വിവരിക്കാം. അതിനു മുമ്പ് ബാറ്റിൽ ഓഫ് സർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഓസ്ട്രോ ഹംഗറിയും സെർബിയയും തമ്മിലുള്ള യുദ്ധം നമുക്ക് നോക്കാം. ഓസ്ട്രോ ഹംഗറിയിലെ പട്ടാളക്കാർ സെർബിയയിലെ സെർ എന്ന ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു. അത് കുറേ കൂടെ മലനിരകളുള്ള കുറച്ചുകൂടെ പ്രയാസമുള്ള ഒരു പ്രദേശമാണ്. ധാരാളമായി മഞ്ഞ് പെയ്യുന്ന പ്രദേശമാണ്. സെർബിയക്കാർക്ക് ഒരുപാട് പരിചയമുള്ള ഒരു ഏരിയയാണ്. എന്നാൽ ഓസ്ട്രോ ഹംഗറിയൻ ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കനത്ത വില നൽകേണ്ടി വന്നു. യുദ്ധത്തിൽ വിജയിക്കുന്നത് ലോകത്തെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് സെർബിയയാണ്. ട്രിപ്പിൾ എൻറ്റൻറ്റയുടെ ആദ്യത്തെ വിജയം സമ്മാനിച്ചത് ഏറ്റവും ചെറിയ രാജ്യമായ, ഏറ്റവും ദുർബലമായിട്ടുള്ള രാജ്യമായ ഈ യുദ്ധത്തിൻ്റെയൊക്കെ തുടക്കക്കാരനായിട്ടുള്ള സെർബിയയാണ്. സെർബിയയ്ക്ക് നഷ്ടമായത് 15,000 പട്ടാളക്കാരെ ആണെങ്കിൽ ഓസ്ട്രോ ഹംഗേറിയന് 30,000-ഓളം വരുന്ന സൈന്യത്തെ നഷ്ടമായി. ഇത് എത്രമാത്രം വലിയൊരു അട്ടിമറിയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു ചെറിയ അനാലജി പറയാം.
ചൈനയും ബംഗ്ലാദേശും തമ്മിലൊരു യുദ്ധം നടന്നു എന്ന് കരുതുക. നമ്മളെല്ലാവരും കരുതുക ചൈന വിജയിക്കുമെന്നാണ്. എന്നാൽ ആ യുദ്ധത്തിൽ ബംഗ്ലാദേശ് വിജയിക്കുകയാണെങ്കിലോ? അത്തരത്തിലുള്ള ഒരു അട്ടിമറിയാണ് ഇവിടെയും സംഭവിച്ചത്. ഓസ്ട്രോ ഹംഗേറിയൻ ഇതേ സമയത്ത് തന്നെ റഷ്യയുമായിട്ട് കിഴക്ക് ഭാഗത്ത് മറ്റൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ ഓസ്ട്രോ ഹംഗേറിയന് നേരിയ മുൻതൂക്കമുണ്ടായിരുന്നെങ്കിൽ പോലും അന്തിമ വിജയം റഷ്യക്കാർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ആ യുദ്ധത്തിൽ ഓസ്ട്രോ ഹംഗേറിയയ്ക്ക് നഷ്ടമായത് 4 ലക്ഷം പട്ടാളക്കാരെയാണ്. റഷ്യയ്ക്ക് നഷ്ടമായത് 2,27,000 പേരും. ജർമ്മനിയുമായിട്ടുണ്ടായ 2 യുദ്ധങ്ങളിലെ കനത്ത പരാജയങ്ങൾ മാനസികമായിട്ട് റഷ്യയെ തകർത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരല്പം ആശ്വാസം അവർക്ക് കിട്ടിയത് ഈ ഓസ്ട്രോ ഹംഗേറിയനുമായിട്ട് നടന്നിട്ടുള്ള യുദ്ധത്തിലെ നേരിയ വിജയമാണ്. ആ വിജയത്തിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ബലത്തോടു കൂടി അവർ ജർമ്മനിക്കെതിരെ മൂന്നാമത് മറ്റൊരു യുദ്ധത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങി. ഇത്തവണ അവർ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെറൈനാണ് തിരഞ്ഞെടുത്തത്. കുറച്ചുകൂടെ തെക്കോട്ട് മാറി, അതായത് പ്രഷ്യയിൽ നിന്നും അല്പം കൂടി തെക്കോട്ട് മാറിയിട്ടുള്ള മറ്റൊരു പ്രദേശം. ആ ഒരു പ്രദേശം വൂഡ്ജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മളത് വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ലോഡ്സ് എന്നായിരിക്കും നമ്മൾ പറയുക. പക്ഷേ ശരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വൂഡ്ജ് എന്നാണ്. ബാറ്റിൽ ഓഫ് വൂഡ്ജ് അവിടെ ആരംഭിക്കുകയാണ്. നവംബർ മാസം 11-ാം തീയതി മുതൽ ഡിസംബർ മാസം 26-ാം തീയതി വരെ നീണ്ടുനിന്ന കനത്ത യുദ്ധം. 1914 നടന്ന ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധം അത് ഇതായിരുന്നു. നേരിട്ട് നടന്ന യുദ്ധമാണ്. ഒരു ട്രെഞ്ചിൻ്റെയും സഹായം ഇവിടെ പട്ടാളക്കാർക്കുണ്ടായിരുന്നില്ല. അവർ സ്ട്രീറ്റുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചു. നമ്മൾ പല സിനിമകളിലും അതുപോലെ വീഡിയോ ഗെയിമുകളിലും ഒക്കെ കാണുന്ന തരത്തിലുള്ള നേരിട്ടുള്ള വെടിവെപ്പാണ് ഇവിടെ നടന്നത്. കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു, തണുപ്പ് കാലമായിരുന്നു. ആ തണുപ്പ് കാരണവും മരണമടഞ്ഞ പട്ടാളക്കാർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിലും തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത് റഷ്യക്കാണ്. റഷ്യയ്ക്ക് 70,000 പട്ടാളക്കാരെ നഷ്ടമായി. എന്നാൽ ജർമ്മനിക്ക് അതിൻ്റെ നേർ പകുതി 35,000 പട്ടാളക്കാരെ മാത്രമാണ് നഷ്ടമായത്. കനത്ത പരാജയത്തിന് ശേഷം വീണ്ടും റഷ്യ പിൻവാങ്ങി. ഇതേ സമയം തന്നെ റഷ്യയ്ക്ക് മറ്റൊരു യുദ്ധം കൂടി നേരിടേണ്ടി വന്നിരുന്നു. അത് ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ആക്രമണമാണ്. ഒട്ടോമൻ സാമ്രാജ്യത്തെയും അതുപോലെ റഷ്യൻ എംപയറിനെയും വേർതിരിക്കുന്ന ഒരു സമുദ്രമുണ്ട്. ബ്ലാക്ക് സീ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ബ്ലാക്ക് സീയുടെ കരയിലുണ്ടായിരുന്ന റഷ്യയുടെ 2 പോർട്ടുകളെയാണ് ഇവർ ആക്രമിക്കുന്നത്. ഒന്ന് ഒഡേസ പോർട്ട്, മറ്റൊന്ന് സെവസ്റ്റോപോൾ പോർട്ട്. പക്ഷേ റഷ്യയ്ക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. റഷ്യയും ഓട്ടോമൻ എംപയറും തമ്മിൽ അതിർത്തി പങ്കിടുന്ന കരഭാഗത്തെ ഒരു പ്രദേശം റഷ്യയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചു. യൂറോപ്പിൽ മാത്രമല്ല യുദ്ധം നടന്നത്, ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും യുദ്ധമുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ കോളനികളുണ്ട്. ജർമ്മനി ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്കയിൽ നേരിട്ട് ആക്രമണം നടത്തി. ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്ക ഇന്നത്തെ കെനിയ വരുന്ന പ്രദേശമാണ്. ആ പ്രദേശം പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ ജർമ്മനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ അവിടുത്തെ പല ബേസിനുകളും കീഴ്പ്പെടുത്താൻ ജർമ്മനിക്ക് സാധിച്ചു. വെസ്റ്റ് ആഫ്രിക്കയിൽ ജർമ്മനിക്ക് ഒരു കോളനി ഉണ്ടായിരുന്നു. ടോഗോലാൻഡ് എന്ന പേരിലാണ് ആ കോളനി അറിയപ്പെടുന്നത്. ഇന്നത്തെ ടോഗോയാണ് ആ പ്രദേശം. ആ പ്രദേശം പൂർണ്ണമായിട്ടും അലൈഡ് ട്രൂപ്പിന് അല്ലെങ്കിൽ ട്രിപ്പിൾ എൻറ്റേറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചു. ആ പ്രദേശത്ത് നിന്ന് തന്നെ തെക്ക് കിഴക്ക് മാറി മറ്റൊരു രാജ്യമുണ്ട്, ക്യാമറോൺ. ആ രാജ്യവും ജർമ്മനിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഒരു കോളനിയാണ്. ആ പ്രദേശവും കീഴ്പ്പെടുത്താൻ ബ്രിട്ടൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് പരാജയമായിരുന്നു. ആഫ്രിക്കയുടെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് സൗത്ത് ആഫ്രിക്ക എന്ന ഒരു രാജ്യം കാണാം. സൗത്ത് ആഫ്രിക്കയുടെ ഒരു വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമീബി എന്ന ഒരു രാജ്യവുമുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ സൗത്ത് ആഫ്രിക്ക ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്, നമീബിയ ഭരിച്ചിരുന്നത് ജർമ്മനിയുമാണ്. സ്വാഭാവികമായിട്ട് ഈ 2 രാജ്യങ്ങളും അല്ലെങ്കിൽ ഈ 2 കോളനികൾ തമ്മിലും യുദ്ധം നടക്കുകയുണ്ടായി. പക്ഷേ അത്ര വലിയൊരു യുദ്ധമൊന്നും ആയിരുന്നില്ല. ഇരുഭാഗത്തും ഏകദേശം 2000-3000 സൈനികർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൗത്ത് അമേരിക്കയിലും യുദ്ധം നടന്നു. സൗത്ത് അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശം, ആ തീരപ്രദേശത്ത് ഏതാനും ബ്രിട്ടീഷ് കപ്പലുകൾ ഉണ്ടായിരുന്നു. ആ മേഖലകളിലേക്ക് 5 ജർമ്മൻ ക്രൂയിസുകൾ എത്തിച്ചേർന്നു. ആ 5 ക്രൂയിസ് ഷിപ്പുകൾക്ക് അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കപ്പലുകളെ പിടിച്ചടക്കാൻ സാധിച്ചു. അതിനുശേഷം ആ 5 ക്രൂയിസ് ഷിപ്പുകൾ പോകുന്നത് നേരെ തെക്ക് ഭാഗത്തേക്കാണ്. തെക്കൻ മുനമ്പിൽ എത്തിച്ചേർന്നതിന് ശേഷം അവിടെ നിന്നും അവർ കിഴക്ക് ബോർഡറിലൂടെ യാത്ര ചെയ്തു.
അങ്ങനെ യാത്ര ചെയ്ത് അവർ എത്തിച്ചേർന്നത് ഫാൾക്ക് ഐലൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. അവിടെ വേറെയും ബ്രിട്ടീഷ് കപ്പലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആ ക്രൂയിസ് ഷിപ്പുകൾക്ക് ബ്രിട്ടീഷ് കപ്പലുകളെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ജർമ്മനിക്ക് അവിടെ പരാജയപ്പെടേണ്ടി വന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർക്കും വലിയ റോള് തന്നെ ഉണ്ടായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർക്കും ഇതിൽ പങ്കെടുക്കേണ്ടി വന്നു. ഒട്ടോമൻ സാമ്രാജ്യം വലിയ രീതിയിൽ തന്നെ എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. ഇന്നത്തെ ഇറാഖിൻ്റെ അണ്ടറിൽ വരുന്ന ബസ്ര എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അവർക്ക് എണ്ണ ഖനികൾ ഉണ്ടായിരുന്നത്. ആ എണ്ണ ഖനിയിലുണ്ടായിരുന്ന ഈ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒട്ടോമൻ സാമ്രാജ്യത്തെ സാമ്പത്തികമായിട്ട് ഒന്ന് മെരുക്കാൻ സാധിക്കുമെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ കീഴിലുണ്ടായിരുന്ന 6th ഡിവിഷൻ പൂന ആർമിയാണ്. പൂന ആർമി ഇവിടെ ബസ്രയിൽ എത്തിച്ചേരുകയും അവിടെ ഉണ്ടായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പട്ടാളക്കാരെ തുരത്തി ഓടിക്കുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരുടെ സംഖ്യ 13 ലക്ഷമാണ്. മിലിറ്ററി ഓഫീസേഴ്സ് അല്ലായിരുന്നു, എല്ലാം സാധാരണക്കാരായിട്ടുള്ള പട്ടാളക്കാരായിരുന്നു. ഇവരെ നയിച്ച മിലിറ്ററി ഓഫീസേഴ്സ് അത് ബ്രിട്ടീഷുകാരായിരുന്നു. ഓസ്ട്രോ ഹംഗേറിയന് വലിയ രീതിയിലുള്ള നാണക്കേടാണ് സെർബിയയുമായിട്ടുള്ള യുദ്ധം വരുത്തിവെച്ചത്. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കം തന്നെ സെർബിയയെ കീഴ്പ്പെടുത്തുക എന്നതാണ്. അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ആദ്യ യുദ്ധം തന്നെ പരാജയപ്പെട്ടു പോയി. അതിന് പകരം വീട്ടാനായിട്ട് അവർ ഡിസംബർ 2-ന് തുനിഞ്ഞിറങ്ങി. ആ യുദ്ധത്തിൽ അവർക്ക് ബെൽഗ്രേഡ് കീഴ്പ്പെടുത്താൻ സാധിച്ചു. എന്നാൽ ഒരു കൗണ്ടർ അറ്റാക്ക് സെർബിയയുടെ ഭാഗത്തു നിന്നും ഒട്ടും വൈകാതെ തന്നെ ഉണ്ടായി. ശക്തമായിട്ടുള്ള ഒരു യുദ്ധമാണ് രണ്ട് മുന്നണികളും തമ്മിൽ നടത്തിയത്. ആ യുദ്ധത്തിൽ രണ്ട് കൂട്ടർക്കും 2 ലക്ഷം പട്ടാളക്കാരെ വീതം നഷ്ടപ്പെട്ടു. പക്ഷേ ബെൽഗ്രേഡ് തിരിച്ചു പിടിക്കാനും ഓസ്ട്രോ ഹംഗേറിയനെ തുരത്താനും സെർബിയയ്ക്ക് സാധ്യമായി. ഇനി നമുക്ക് നോർത്ത് സീയിലേക്ക് പോകാം. ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ ഉണ്ടാക്കുന്ന അതിർത്തി ഭാഗം സമുദ്രപ്രദേശമാണ്. അവിടെ ബ്രിട്ടീഷ് കപ്പലുകൾ നങ്കൂരം ഇട്ടിട്ടുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും റോം ചെയ്യുന്നുമുണ്ട്. പക്ഷേ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയമാണ് ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും ജർമ്മനിയുടെ ഒരു അന്തർവാഹിനി അവരുടെ നേർക്ക് ഒരു ടോർപിഡോ അയക്കാം. പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമേ അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വലിയ രീതിയിൽ ഭയപ്പെട്ടിട്ടാണ് അവിടെയുള്ള സൈനികർ കഴിച്ചുകൂട്ടുന്നത്. ഈ ഭയം വലിയ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ജർമ്മനിക്ക് സാധ്യമായി. ജർമ്മനി ബ്രിട്ടൻ്റെ അതിർത്തി മേഖലയിലേക്ക് ഒരുപാട് കപ്പലുകളെ അയച്ചു. അവിടെ ഉണ്ടായിരുന്ന പോർട്ടുകളും ചെറിയ പട്ടണങ്ങളുമൊക്കെ അവർ നശിപ്പിച്ചു. അതിൽ ഒരുപാട് സിവിലിയൻസ് മരണമടഞ്ഞിട്ടുണ്ട്. ഏകദേശം 100ഓളം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും അതിർത്തിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രെഞ്ച് യുദ്ധങ്ങൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വളരെ മന്ദമായ വേഗതയിലാണ് ആ യുദ്ധം നടക്കുന്നത്. അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഈ ട്രെഞ്ചിൽ നിന്നും മുക്തി നേടി എങ്ങനെയെങ്കിലും ജർമ്മനിയുടെ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തണം. ഇതാണ് ഫ്രാൻസിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി അവർ ഒരു പദ്ധതി ഉണ്ടാക്കി. സിമ്പിളായിട്ടുള്ളൊരു പദ്ധതിയാണ്. ആദ്യഘട്ടത്തിൽ ആർട്ടിലറി അല്ലെങ്കിൽ പീരങ്കികൾ ഉപയോഗിച്ചിട്ട് ഇവർ ജർമ്മനിയുടെ ട്രെഞ്ചുകളെ ആക്രമിക്കും. ആ ട്രെഞ്ചുകളെ ആക്രമിക്കുന്ന ആ സമയം തന്നെ കാലാൾപ്പടയെ, ഫ്രഞ്ച് കാലാൾപ്പടയെ അവർ നേരെ യുദ്ധമുന്നണിയിലേക്ക് അയക്കുകയാണ്. മെഷീൻ ഗണ്ണുമായിട്ട് പോകുന്ന ഈ ഇൻഫൻട്രികൾ അവിടെ ഉണ്ടായിരിക്കുന്ന മറ്റ് പട്ടാളക്കാരെ, ജർമ്മൻ പട്ടാളക്കാരെ വെടിവെച്ച് വീഴ്ത്തുന്നതാണ്. ജർമ്മൻ പട്ടാളക്കാർ വളരെ പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും അപ്പോൾ ഉണ്ടായിരിക്കുക. കാരണം നിരന്തരമായിട്ടുള്ള പീരങ്കി ഉണ്ടകൾ അവരുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്മാറുകയല്ലാതെ അവർക്ക് വേറെ നിവൃത്തി ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് ഫ്രാൻസിൻ്റെ പ്ലാൻ. പക്ഷേ ഇത് ഭാഗികമായിട്ട് മാത്രമേ നടപ്പിലാക്കാൻ സാധിച്ചുള്ളൂ. പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഈ ആർട്ടിലറിയും ഇൻഫൻട്രിയും ഒരേ രീതിയിൽ വേണം പ്രവർത്തിക്കാൻ. ഇൻഫൻട്രി മുന്നോട്ട് പോകുമ്പോൾ ആ ഇൻഫൻട്രിയെ കവർ ചെയ്യേണ്ടത് പീരങ്കി ഉണ്ടകളാണ്. പീരങ്കി ഉണ്ടകൾക്ക് ആ സമയത്ത് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കണം. പക്ഷേ ഇത് ശരിക്കും സിങ്കായില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നേർക്ക് വരുന്ന ഈ ഇൻഫൻട്രിയെ അല്ലെങ്കിൽ കാലാൾപ്പടയെ വെടിവെച്ച് വീഴ്ത്താൻ ജർമ്മനിക്ക് സാധ്യമായി. അതിശക്തമായിട്ടുള്ള തണുപ്പുള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫ്രാൻസിലെ പട്ടാളക്കാരുടെ മെഷീൻ ഗണ്ണുകൾ പല ഘട്ടങ്ങളിലും പ്രവർത്തനരഹിതമായി. എന്നാൽ ജർമ്മനിയുടേത് കുറച്ചുകൂടെ നൂതനമായിട്ടുള്ള മെഷീൻ ഗണ്ണുകളായിരുന്നു. അവയ്ക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
എങ്കിൽ പോലും പീരങ്കി ഉണ്ടകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ജർമ്മൻ ട്രെഞ്ച് സിസ്റ്റത്തിൽ ഉണ്ടാക്കിയുണ്ടായി. അങ്ങനെ കുറേ പേർക്കൊക്കെ അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. കുറേ ജർമ്മൻകാർ മരണമടയുകയും ഉണ്ടായി. അങ്ങനെ ഏറ്റവും മുൻനിരയിലുണ്ടായിരുന്ന ചില ട്രെഞ്ചുകൾ പിടിച്ചടക്കാൻ ഫ്രാൻസിന് സാധ്യമായി. പക്ഷേ അതൊരു വിജയമാണെന്നും പറയാൻ സാധിക്കില്ല. കാരണം അവർ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ട്രെഞ്ച് സിസ്റ്റം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. കുറേ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ട്രെഞ്ച് അല്ലെങ്കിൽ കിടങ്ങുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ കിടങ്ങുകളിൽ ഒരുപാട് സൈനികർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കീഴ്പ്പെടുത്തിയ ആ ട്രെഞ്ചുകളിൽ എത്തിച്ചേർന്ന ഫ്രഞ്ച് പട്ടാളക്കാരെ അവിടെ ഒളിച്ചിരുന്ന ജർമ്മൻ പട്ടാളക്കാർക്ക് ഈസി ആയിട്ട് വെടിവെച്ച് വീഴ്ത്താൻ സാധിച്ചു. ഈ യുദ്ധം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഷാംപെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഷാംപെയിൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്നും സംഭവിച്ചത്. ഈ യുദ്ധത്തിൽ ഫ്രാൻസിന് നഷ്ടമായത് 90,000 പട്ടാളക്കാരെയാണ്. ജർമ്മനിക്ക് 80,000 പട്ടാളക്കാരെയും നഷ്ടപ്പെട്ടു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ഡിസംബർ മാസം 22 റഷ്യ മുൻപ് പിടിച്ചടക്കിയ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താനായിട്ട് ഓട്ടോമൻ സാമ്രാജ്യം ഒരു വലിയ സേനയെ അയച്ചു. ആ പ്രദേശത്തിൻ്റെ പേര് സാരി ഖമീഷ് എന്നാണ്. അതുകൊണ്ട് തന്നെ ബാറ്റിൽ ഓഫ് സാരി ഖമീഷ് എന്ന പേരിലാണ് ഈ യുദ്ധം അറിയപ്പെടുന്നത്. സാരി ഖമീഷ് എന്ന് പറയുന്നത് ഒരു ഹില്ലി ഏരിയ ആണ്. ഒരുപാട് മലനിരകളുണ്ട്, നന്നായിട്ട് മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ ഡിസംബർ മാസമാണ്, വിൻ്റർ കാലഘട്ടമാണ്, ശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ച അവിടെ ഉണ്ട്. മലമ്പ്രദേശമായതുകൊണ്ട് തന്നെ ഇങ്ങനെ യാത്ര ചെയ്ത് സാരി ഖമീഷിലേക്ക് പോകുന്ന ഓട്ടോമൻ പട്ടാളക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ജലവും എത്തിക്കാൻ സാധ്യമായില്ല. ഫുഡ് ചെയിനുകൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ സംഘടിപ്പിക്കാറുള്ളതാണ്. ഒരുപാട് കാരവാനുകൾ ഭക്ഷണവും അതുപോലെ യുദ്ധക്കോപ്പുകളും ജലവുമായിട്ട് സഞ്ചരിച്ചു പോകും. പക്ഷേ അവിടുത്തെ ടെറൈൻ്റെ പ്രത്യേകത കാരണം അത്തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നടപ്പിലാക്കാൻ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിന് സാധ്യമായില്ല. പല ഡിറക്ഷനിലൂടെ പല സേനകളായിട്ട് വേർപിരിഞ്ഞ് ഏറ്റവും മുകളിലുള്ള ഈ സാരി ഖമീഷ് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരാമെന്നാണ് കരുതുന്നത്. അപ്പോൾ എല്ലാ വശത്തു നിന്നും ആക്രമണം ഉണ്ടാകുമ്പോൾ റഷ്യക്കാർക്ക് ഒരു രക്ഷയും ഉണ്ടായിരിക്കില്ല, അവർ കീഴ്പ്പെടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ റഷ്യക്കാരുടെ അവസ്ഥ തീർത്തും വ്യത്യസ്തമായിരുന്നു. ഈ സാരി ഖമീഷിലെ കാലാവസ്ഥ റഷ്യൻ കാലാവസ്ഥയോട് ഒരുപാട് സാമ്യമുള്ളതാണ്. അവർ ഇത്തരത്തിലുള്ള ടെറൈനിൽ വർഷങ്ങളായിട്ട് ജീവിച്ചിട്ടുള്ളതാണ്, അവർക്ക് പരിശീലനങ്ങൾ ലഭിച്ചിട്ടുള്ളതാണ്. അതിനു പുറമെ ഈ ഒരു പ്രദേശത്തിന് അടുത്തുവരെ റഷ്യയുടെ റെയിൽവേ ലൈനുകൾ എത്തിച്ചേരുന്നുണ്ട്. ആ റെയിൽവേ ലൈനുകളുടെ സഹായത്താൽ അവർക്ക് നിരന്തരമായിട്ട് ഭക്ഷണവും ജലവും ഒക്കെ എത്തിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സേനയാണ് നമുക്ക് അവിടെ റഷ്യയുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. സാരി ഖമീഷിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുപാട് ഓട്ടോമൻ പട്ടാളക്കാർ മരണമടഞ്ഞു. പട്ടിണി കടന്നും അതുപോലെ ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ചയെ തുടർന്നുമാണ് ഇവർ മരണമടയുന്നത്. അങ്ങനെ വളരെ ചെറിയൊരു സേന മാത്രമാണ് ഒടുവിൽ സാരി ഖമീഷിൽ എത്തിച്ചേരുന്നത്. വളരെ ചെറിയ സേനയാണ്. അതിനു പുറമെ അവർ വളരെയധികം ക്ഷീണിതരാണ്. നല്ല രീതിയിൽ ഭക്ഷണം അവർക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ അനായാസമായിട്ട് റഷ്യൻ സേനയ്ക്ക് ഇവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചു. ഈ യുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന് നഷ്ടമായത് 90,000 പട്ടാളക്കാരെയാണ്. റഷ്യയുടെ ഭാഗത്തു നിന്നും നഷ്ടമുണ്ടായിട്ടുണ്ട്. അവർക്ക് 30,000 പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു. ക്ഷീണിതരാണെങ്കിൽ പോലും വളരെയധികം പോരാട്ട വീര്യമുള്ള പട്ടാളക്കാരായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്നത്. അവർ മരിക്കുന്നത് വരെ പോരാടിക്കൊണ്ടേയിരുന്നു. അതിലൂടെയാണ് അവർക്ക് 30,000 പട്ടാളക്കാരെ കൊലപ്പെടുത്താൻ സാധിച്ചത്. പക്ഷേ ഈ യുദ്ധം ഓട്ടോമൻ സാമ്രാജ്യത്തിന് വലിയൊരു നാണക്കേടായി മാറി. കാരണം ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ സൈനിക ശക്തിയാണ് ഓട്ടോമൻ സാമ്രാജ്യം. എന്നാൽ വളരെ നിസാരമായിട്ട് റഷ്യ അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു യുദ്ധത്തോടു കൂടി 1914 യുദ്ധങ്ങൾ അവസാനിക്കുകയാണ്. പക്ഷേ ലോക മഹായുദ്ധം അവസാനിക്കുന്നില്ല, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ ഓരോ രാജ്യങ്ങളുടെയും വ്യത്യസ്തമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള യുദ്ധരീതികളും യുദ്ധതന്ത്രങ്ങളും. കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി. അടുത്ത എപ്പിസോഡ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്ന മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ലിങ്ക് ചെക്കൗട്ട് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ മെയിലിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് ചോദിക്കാവുന്നതാണ്.